യെസ്, അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാമിങ് അടുത്തെത്തി. അധികം സമയമൊന്നും നമുക്ക് ബാക്കിയില്ല. പക്ഷെ നമ്മുടെ ഫുൾ സൈലം ടീം എല്ലാവിധ സപ്പോർട്ടുമായിട്ട് നിങ്ങളെ കൂടെയുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഇത് ഏത് ചാപ്റ്ററിലാണെന്ന് അറിയോ? ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. 5 മാർക്കിന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ഹ്യൂമൻ ക്യാപിറ്റലിന്റെ സോഴ്സസ്? എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഓൺ ദി ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ, ഇൻഫർമേഷൻ. വിദ്യാഭ്യാസം, ആരോഗ്യം, ജോലിക്കിടയിൽ പരിശീലനം, കുടിയേറ്റം, ഇൻഫർമേഷൻ. അങ്ങനെയാണെങ്കിൽ ഇത് മിക്ക ആൾക്കാർക്കും ഓർത്തിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു കോഡ് വെച്ച് നമുക്ക് പഠിച്ചാലോ? അപ്പൊ നമുക്കറിയാം, ഹെൽത്ത്, ഓൺ ദി ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ, ഇൻഫർമേഷൻ, എഡ്യൂക്കേഷൻ, ഹോമി. ഇപ്പൊ നമ്മുടെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള വാക്കാണ് റൂമി, ഹോമി എന്നൊക്കെ പറയും. യു ആർ മൈ ഹോമി എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹോമി എന്നുള്ള വാക്ക് ഓർത്തു വെക്കുക. ഹോമിക്കകത്ത് എന്തൊക്കെയുണ്ട്? ഹെൽത്ത്, ഓൺ ദി ജോബ് ട്രെയിനിങ്, എം ഫോർ മൈഗ്രേഷൻ, ഐ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഇ ഫോർ എഡ്യൂക്കേഷൻ. മറന്നു പോകുന്ന ആൾക്കാർക്കാണ്, ഇങ്ങനെ കാണാതെ പഠിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് എന്തെന്ന് പറയുന്നത്? വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്താലോ? ഗവൺമെന്റ് ആൻഡ് പേരൻസ് ഇൻവെസ്റ്റ് എ ലോട്ട് ഓഫ് മണി ഇൻ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പേരൻസും നമ്മുടെ മാതാപിതാക്കളും ഗവൺമെന്റ് സർക്കാരും ഒരുപാട് പൈസ ചെലവഴിക്കുന്നുണ്ട് അല്ലെ? സർക്കാർ സ്കൂളുകൾക്കായാലും നമ്മുടെ പേരൻസ് ആയാലും നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടി എത്രയോ പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ടല്ലേ? ഇനി an educated trained person is more productive than an uneducated untrained person. അതായത് ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളാണ് അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ട് വിദ്യാഭ്യാസം ഇല്ലാതെ ട്രെയിനിങ് ലഭിക്കാത്ത ഒരാളെക്കാളും മെച്ചം പ്രൊഡക്റ്റീവ് ഹ്യൂമൻ ക്യാപിറ്റൽ അവരാണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. വിദ്യാഭ്യാസത്തിനായി ഗവൺമെന്റും രക്ഷകർത്താക്കളും ഒരുപാട് പണം നിക്ഷേപിക്കുന്നുണ്ട് അല്ലെ? വിദ്യാഭ്യാസവും പരിശീലനവും ലഭിച്ച ഒരാളാണ് എന്തെന്ന് പറയുന്നത്? ഇതൊന്നും അറിയാത്ത ആളേക്കാൾ ഉൽപാദനക്ഷമതയുള്ള ആൾക്കാരെന്ന് പറയുന്നത്. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോം ചെയ്യാൻ അവരാണ് ഏറ്റവും അടിപൊളി. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്? ഇറ്റ് റൈസസ് ക്വാളിറ്റി ഓഫ് ലൈഫ്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു ക്വാളിറ്റി എന്ത് ചെയ്യുന്നു? അത് ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസസ് ഏർണിംഗ് കപ്പാസിറ്റി. അപ്പൊ നമുക്ക് ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റി അല്ലെ? പൈസ നമുക്ക് ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. റൈസസ് സോഷ്യൽ സ്റ്റാറ്റസ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും സമൂഹത്തിൽ ഒരു സോഷ്യൽ സ്റ്റേറ്റസ് ഉണ്ടാകും. അപ്പൊ എഡ്യൂക്കേഷൻ കിട്ടുന്നതിലൂടെ, ഒരുപാട് എഡ്യൂക്കേഷൻ കിട്ടുന്നതിലൂടെ ആ സോഷ്യൽ സ്റ്റേറ്റസ് റൈസ് ആകുന്നു, കൂടുന്നു. ഇംപ്രൂവ്സ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് വേൾഡ്. ലോകത്തെ കുറച്ചുകൂടെ വ്യക്തമായും അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നു. സ്റ്റിമുലേറ്റ്സ് ഡിസ്കവറീസ് ആൻഡ് ഇന്നോവേഷൻ. പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ ഇന്നോവേഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? എഡ്യൂക്കേഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. കോൺട്രിബ്യൂട്ട്സ് ടു നാഷണൽ ഗ്രോത്ത് അല്ലെ? ദേശീയ അല്ലെങ്കിൽ ദേശത്തിന്റെ വളർച്ചയ്ക്ക്, നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഇത് നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് എന്ത് നൽകുന്നുണ്ട്? വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. രണ്ടാമതാണ് ആരോഗ്യം, ഹെൽത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, പക്ഷെ തീരെ ഹെൽത്ത് ഇല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ? എനിക്ക് നല്ല പനിയാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റുമോ? എനിക്ക് എഴുതി നിൽക്കാൻ പോലും ചിലപ്പം വയ്യ അല്ലെ? പറ്റുണ്ടാവില്ല. അപ്പം ആരോഗ്യം, ഓൺലി ഹെൽത്തി പേഴ്സൺ ക്യാൻ വർക്ക്. ഒരു നല്ല ആരോഗ്യമുള്ള ആൾക്കാർക്ക് മാത്രമേ ജോലി ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സിക്ക് പേഴ്സൺ കനോട്ട്. എന്താണ്? വയ്യാത്ത ആൾക്കാർക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ അതുകൊണ്ട് ഹെൽത്ത് എന്ന് പറയുന്നത് ഹ്യൂമൻ ക്യാപിറ്റലിന്റെ അല്ലെ മനുഷ്യ മൂലധനത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആണ്. ആരോഗ്യമുള്ളവർക്ക് ഈ പണി എടുക്കാൻ കഴിയും. അതിനാൽ മനുഷ്യ മൂലധനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഉറവിടമാണ്, സോഴ്സ് ആണ് എന്ത്? ഹെൽത്ത് അഥവാ ആരോഗ്യം എന്ന് പറയുന്നത്. ഇനി ഗവൺമെന്റ് ഒരുപാട് പൈസ ഈ ഹെൽത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ചെലവഴിക്കുന്നുണ്ട്. എന്തൊക്കെ രീതികളാണ് ചെലവഴിക്കുന്നത്? പ്രിവെന്റീവ് മെഡിസിൻ അല്ലെ? പ്രതിരോധ ഔഷധങ്ങൾ, കുത്തിവയ്പ്പുകൾ എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ജനിച്ച ഉടനെ തന്നെ എന്തൊക്കെയോ കുത്തിവയ്പ്പ്, എത്രയോ മാസത്തില് അല്ലെങ്കിൽ 5 വയസ്സിൽ, എത്രയോ വയസ്സിലൊക്കെ എടുക്കും അല്ലെ? അപ്പൊ കുത്തിവയ്പ്പുകളൊക്കെ എടുക്കുന്നത് എന്തിനാണ്? ആ രോഗം പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ക്യൂറേറ്റീവ് മെഡിസിൻ, ഇൽനെസ്, അതായത് രോഗനിവാരണ ഔഷധങ്ങൾ, ചികിത്സയ്ക്ക് വേണ്ടി. അതായത് ഒരു പനി വന്നു കഴിഞ്ഞാൽ ആ പനി ഒരു 2-3 ദിവസമായിട്ടും വിട്ടുമാറുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോകും. 2-3 ദിവസമായിട്ട് പനി വന്ന ഉടനെ തന്നെ പോയി. ഇപ്പോഴത്തെ പനി എങ്ങനത്തെ പനിയാണ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല അല്ലേ? അപ്പൊ നമുക്ക് ക്യൂർ ചെയ്യാൻ, അത് കുറയ്ക്കാനുള്ള, അത് നിവാരണം ചെയ്യാനുള്ള മരുന്നുകളൊക്കെ ഡോക്ടർ തരും. അതിനുള്ള പൈസ, അതിനുള്ള എക്സ്പെൻഡിച്ചർ ഉണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ മെഡിസിൻ അല്ലെ? സോഷ്യൽ മെഡിസിൻ, ആരോഗ്യ സാക്ഷരതാ പ്രചരണം എന്നാണ് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ വരും? ശുദ്ധജല വിതരണം, നല്ല ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ കിട്ടണം. നല്ല കുടിക്കാൻ നല്ല വെള്ളം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപകടാവസ്ഥയിലാണ്. ഇനി സാനിറ്റേഷൻ ഫെസിലിറ്റി, ശുചീകരണ സൗകര്യ നിർമ്മാണം, നല്ല സാനിറ്റേഷൻ ഫെസിലിറ്റി, ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ നമുക്ക് വേണം ഇല്ലേ? അപ്പൊ ഇതാണ് സോഷ്യൽ മെഡിസിനകത്ത് വരുന്നത്. ഓക്കെ, ഇത് കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. ഇത് ഇടയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. പ്രിവെന്റീവ് മെഡിസിനകത്ത് എന്താ വരുന്നത്? വാക്സിനേഷൻ. ക്യൂറേറ്റീവ് മെഡിസിൻ എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മുടെ രോഗത്തിന്, ഇൽനെസ്സിന് വേണ്ടിയിട്ട്.
സോഷ്യൽ മെഡിസിനകത്ത് എന്തൊക്കെ വരും? ഡ്രിങ്കിങ് വാട്ടറും വരും, ക്ലീൻ ഡ്രിങ്കിങ് വാട്ടറും വരും, സാനിറ്റേഷൻ ഫെസിലിറ്റിയും വരും. സോ ഇതൊക്കെയാണ് എക്സ്പെൻഡിച്ചർ. ഇപ്പം നമ്മൾ ഗവൺമെന്റ് മാത്രമല്ല ഈ സർക്കാർ സ്ഥാപനങ്ങൾക്കാണ്. നമുക്കും എന്ത് ചെയ്യണം? നമ്മളും ഇത്രയും കാര്യങ്ങൾക്കൊക്കെ പൈസ ചെലവഴിക്കണം അല്ലേ? നമുക്കിപ്പോൾ ഒരു ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര പൈസ ചെലവഴിക്കാനും നമ്മൾ തയ്യാറാണ്. ബിക്കോസ് ആരോഗ്യം എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് ഓൺ ദ ജോബ് ട്രെയിനിങ്. എന്താ ഉദ്ദേശിക്കുന്നത്? ജോലിക്കിടയിൽ പരിശീലനം കൊടുക്കുന്നതിനെയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. എന്താണ് ഓൺ ദ ജോബ് ട്രെയിനിങ്? മീൻസ് പ്രൊവൈഡിങ് ട്രെയിനിങ് വൈൽ ഓൺ ദ ജോബ്. ഇപ്പം ഒരു ജോലിക്ക് കയറി ആ ജോലി എങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്കറിയില്ല. 2-3 മാസം നമുക്ക് എന്തുണ്ടാകും? ട്രെയിനിങ് ഉണ്ടാകും. അപ്പം നമുക്ക് എന്ത് മനസ്സിലാകും? ഓക്കെ, ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ട്രെയിനിങ് ലഭിച്ച ഒരാൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റും. സോ ട്രെയിനിങ് എൻഹാൻസസ് പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? ട്രെയിനിങ് എൻഹാൻസ് ചെയ്യുന്നു. അപ്പം ഇതൊക്കെ ആരാണ് നടത്തുന്നത്? ഒരു സൂപ്പർവൈസർ ഉണ്ടാകും. അതായത് നേരത്തെ തന്നെ സ്കിൽഡ് ആയിട്ടുള്ള ഒരാളുണ്ടാകും, ഈ ജോലിയെ പറ്റി അറിയാവുന്ന. അയാളുടെ മേൽനോട്ടത്തിൽ ട്രെയിനീസ് വർക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ചില ആൾക്കാരെ അവർ സെലക്ട് ചെയ്യും, ചില ആൾക്കാരെ അവർ റിജക്ട് ചെയ്യും. കാരണം അവർക്ക് വേണ്ടുന്ന ആൾക്കാർക്ക് സെലക്ട് ചെയ്യണമല്ലോ. സോ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ നമുക്ക് ട്രെയിനിങ് ലഭിക്കുക. ട്രെയിനിങ് കിട്ടുന്നതിലൂടെ നമ്മൾ അടിപൊളിയായിട്ട് ഹ്യൂമൻ ക്യാപിറ്റലായിട്ട് മാറുന്നു, പ്രൊഡക്റ്റീവായിട്ട് മാറുന്നു. ആൻഡ് ഫോർത്ത് വേണമെന്ന് പറയുന്നത് മൈഗ്രേഷൻ ആണ്, കുടിയേറ്റം. നമ്മളിപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഈ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാർ UK, കാനഡ, അല്ലെങ്കിൽ നമ്മുടെ ഓസ്ട്രേലിയ, പിന്നെ അതേപോലെ തന്നെ സ്വീഡൻ, ജർമ്മനി, ഫ്രാൻസിലേക്കൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, നോക്കാം. പീപ്പിൾ മൈഗ്രേറ്റ് ഇൻ സെർച്ച് ഓഫ് ജോബ്സ് ദറ്റ് ഫെച്ച് ഹയർ സാലറീസ് ദാൻ വാട്ട് ദേ മേ ഗെറ്റ് ഇൻ ദ നേറ്റീവ് പ്ലേസസ്. കേരളത്തിൽ ഏൺ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ പൈസ കുറവായിരിക്കും. പക്ഷേ ഈ നെതർലൻഡ്സിലും അല്ലെങ്കിൽ ഇപ്പോൾ ന്യൂസിലാൻഡിലും ഒക്കെ പോയി വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് നല്ല സാലറി കിട്ടുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ കുടിയേറ്റം അല്ലെങ്കിൽ മൈഗ്രേഷൻ എന്ന് പറയുന്ന ഒരു ട്രെൻഡാണ് അല്ലേ, പ്രധാനം അറിയിക്കുന്ന ഒരു സാധനമാണ്. ഇനി എന്തുകൊണ്ടാണ് ആൾക്കാർ എന്ത് ചെയ്യുന്നത്? മൈഗ്രേറ്റ് ചെയ്യുന്നത്? അൺഎംപ്ലോയ്മെന്റ് ഇൻ ദ ഹോം സ്റ്റേറ്റ് ഓർ കൺട്രി. ഇവിടെ ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മളിപ്പം ഇന്ത്യയിൽ നമുക്ക് ജോലി കിട്ടുന്നില്ല, എത്ര നമ്മൾ ശ്രമിച്ചിട്ട് ജോലി കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ശ്രമിക്കും, ഗൾഫിലേക്കൊക്കെ പോകും. ഹയർ സാലറി, അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് നല്ല സാലറി കിട്ടും. ബെറ്റർ ലീവിങ് കണ്ടീഷൻസ് അല്ലെ, നല്ല ലീവിങ് കണ്ടീഷൻസും ഒക്കെ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അത് ഫിഫ്ത്ത് വൺ ഈസ് ഇൻഫർമേഷൻ. അതായത് ഇപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ കോഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ ജോലിക്ക് വേക്കൻസി ഉണ്ടെന്ന് നമ്മൾ അറിയണ്ടേ? അവിടെ ജോലിക്ക് വേക്കൻസി ഉണ്ട്, ഓക്കെ വേക്കൻസി ഉണ്ട്. ഇതെല്ലാവരും അറിയിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും വരുമോ ജോലി ചെയ്യാൻ? സോ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചില എഡ്യൂക്കേഷണൽ കോഴ്സുകൾക്ക് നമ്മൾ കുറച്ചും കൂടെ ഒരു അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? അത് കുറച്ചും കൂടെ ഓക്കെ, ഇന്ന കോഴ്സ് ഈ ഒരു കോളേജിലുണ്ട് എന്ന് നമ്മൾ അറിയുന്നത്. അല്ലെങ്കിൽ നമ്മൾ അറിയോ, സോഷ്യൽ മീഡിയയിലൂടെയും പത്രത്തിലൂടെയും റേഡിയോയിലൂടെയും TV-യിലൂടെയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇൻഫർമേഷൻ പാസ് ചെയ്യും. ഇൻഫർമേഷൻ അപ്രോപ്രിയേറ്റ് എഡ്യൂക്കേഷണൽ കോഴ്സസ്, ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ് സച്ച് കോഴ്സസ്, ഓപ്പർച്യൂണിറ്റീസ് ഫോർ ജോബ് ഇൻ ഡിഫറെന്റ് കൺട്രീസ് എക്സെട്ര ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഇപ്പോൾ UK-യിൽ ഇന്ന ജോലിക്ക് ആളെ ആവശ്യമുണ്ട്. നമ്മൾ അറിയുന്നത് ഇൻഫർമേഷൻ കിട്ടിയാലേ നമ്മൾ അറിയുള്ളൂ. അവിടെ നടക്കുന്നുണ്ടെന്ന് അവര് ഇങ്ങനെ വിളിച്ച് അവിടുത്തെ ആൾക്കാരോട് മാത്രം പറഞ്ഞാൽ പറ്റൂല. അവിടെ എന്ത് ചെയ്യണം? പോസ്റ്ററൊക്കെ ഇറക്കുക. നമ്മൾ കണ്ടിട്ടുണ്ട്, മറ്റേ എന്താ വാണ്ടഡ് അല്ലേ, നിങ്ങൾ ജോലിക്ക് വേണ്ടി നോക്കുന്നുണ്ടോ, ഞങ്ങൾ ജോലിക്കാരെ ഹയർ ചെയ്യുന്നുണ്ട്, ജോലിക്ക് ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പല പോസ്റ്ററുകൾ കാണാറുണ്ട്. ഇൻസ്റ്റഗ്രാമിലായാലും ഇപ്പോൾ ഫേസ്ബുക്കിലായാലും നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനത്തെ അഡ്വർടൈസ്മെന്റ് വരുന്നുണ്ട്. TV-യിലുണ്ട് അല്ലേ, നിങ്ങൾ ഇന്ന ഇത് പഠിച്ചതാണോ, ഞങ്ങളെ സ്ഥാപനത്തിലേക്ക് നിങ്ങളെ വിളിക്കുന്നു ട്രെയിനിങ്ങിന് അല്ലെങ്കിൽ ഇന്റർവ്യൂക്ക് വരൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ കോഴ്സ്, ചില സ്ഥാപനങ്ങൾ ഇന്ന കോഴ്സുകൾ കൊടുക്കുന്നു നമുക്ക് അറിയില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇനി ഇൻഫർമേഷൻ പാസ് ചെയ്യും. ഇപ്പോൾ TV-യിലൂടെ അഡ്വർടൈസ്മെന്റിലൂടെ ഒക്കെ നമുക്ക് പാസ് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാകും, ഓക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. സോ ഇതെന്ന് പറയുന്ന 5 മാർക്ക് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു വെച്ചിരിക്കുക, എഴുതാൻ അറിഞ്ഞിരിക്കണം. കോഡ് മറന്നു പോകണ്ട. ഹോമി, ഹെൽത്ത്, ഓൺ ദ ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ, ഇൻഫർമേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ. ഈ കോഡ് പഠിച്ചു വെച്ച് ഈ ഒരു ഭാഗം ക്ലിയർ ആയിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.